ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ, സുന്നി ഐക്യം. സുന്നി ഐക്യമൊക്കെ നല്ലത്, അതിൽ തർക്കമൊന്നുമില്ല. സുന്നി ഐക്യം ആവശ്യവുമാണ്. പക്ഷെ സുന്നി ഐക്യമാകണം. ബിദ്അത്തിന്റെ രോഗമുള്ളവരോട് ഐക്യമായാൽ ആ രോഗങ്ങൾ പകരും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഴഞ്ഞ വാപ്പയെ പോലെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംഘത്തോട് എങ്ങനെ ഐക്യമാകും? അതിലെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു എന്നല്ലോ ഞാൻ പറഞ്ഞ്. സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള വളരെ നിഷ്കളങ്കരായി സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്ന നല്ല മനുഷ്യരതിലുണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ടീമുണ്ടല്ലോ, അവരാളെ കേരള യാത്രയ്ക്ക് നേതൃത്വം, അവരല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയൂ നിങ്ങൾ, അവരോടെങ്ങനെ ഐക്യമാകും? മാത്രല്ല, പോയി ഇപ്പൊ ഇവിടെ എത്തി. ഇബ്നു തൈമിയ മഹാനായി, ഇബ്നു തൈമിയ തൗബ ചെയ്ത ആളായി. ഇബ്നു തൈമിയയുടെ പഴച്ചവാദങ്ങൾ എന്നിടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അവരോട് ഐക്യമായാൽ സമൂഹം തന്നെ നശിച്ചു പോകും. അത് നേരത്തെ ഉസ്താദ് പറഞ്ഞിടത്ത് നിന്നാ മതി. സുന്നി അല്ലാത്തവരുമായി ഐക്യം വേണ്ട. അല്ല, ഇബ്നു തൈമിയന്റെ ഗൗരവം ഞാൻ ഓർത്തു. കെ വിഭാഗം സുന്നിയുടെ നേതാവായ MT ഉസ്താദ് ഒരിക്കൽ പറയുന്നത് കേട്ടു. ആരാ ഇബ്നു തൈമിയ? അയാളുടെ ഒരു പുസ്തകം അദ്ദേഹം സന്ദർശിച്ച ഒരു കോളേജിൽ നിന്ന് കിട്ടിയപ്പോൾ അത് അദ്ദേഹം ഗൗരവത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഒന്ന് നോക്കൂ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം. വേറൊന്ന് പറഞ്ഞിറങ്ങൾക്ക് അവിടെ മറ്റേ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ്. ഞാനൊരു വാഫി കോളേജിൽ പോയി. എവിടെയെന്ന് ഞാൻ പറയണില്ല, വേണ്ടി വന്നാൽ പറയും ചെയ്യാം. അവിടെ പ്രിൻസിപ്പാളുടെ റൂമിൽ പോയി. അപ്പം ഇങ്ങനെ 6 റിസാലകൾ ഇരിക്കുന്നുണ്ട്. അൽ ഇമാമു അബു ഹനീഫ, അൽ ഇമാമു മാലിക്, അൽ ഇമാമു ഷാഫി, അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതിൻ്റെ താഴെ 2 വേറെ, അൽ ഇമാമു ബിൻ തൈമിയ, അൽ ഇമാമു ബിനുൽ ജൗസി. മൂപ്പരിങ്ങനെ 6 കൂടി ഒരേ ഗ്രേഡിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ വലിയ ഇമാമായിട്ടാണ് ഇബ്നു തൈമിയ, അൽ മുജദ്ദിദ് ഇബ്നു തൈമിയും. അതേ പ്രകാരം തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 2 മുജദ്ദിദാണെന്നാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. ആരാണ് ഇബ്നു തൈമിയ എന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഇബ്നു തൈമിയൻ്റെ ഒരു തഫ്സീറുണ്ട്. ആകെ ഒരു റാസിൻ്റെ 1-2 ജുസുവിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് അതിങ്ങോട്ട് അച്ചടിക്കാരിങ്ങനെ കുറേ ജുസുക്കളാക്കിയിട്ട് അതിന് നമ്മൾ സാധാരണ തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞാൽ ഇമാം റാസി തങ്ങളെ തഫ്സീറാണ്. ഇപ്പോൾ ആ തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞാൽ അവരെടുക്കൽ ഇബ്നു തൈമിയൻ്റെ തഫ്സീറാണ്. ആ തഫ്സീറുൽ കബീർ ഇബ്നു തൈമിയ, ലിൽ ഇമാം ഇബ്നു തൈമിയ, അങ്ങനെ പറയാം, ലിൽ ഇമാമി ഇബ്നു തൈമിയ. അതിൻ്റെ ഒരൊറ്റ സാമ്പിൾ മാത്രം പറയാം. സൂറത്തു തൗബയുടെ തഫ്സീറിൽ തൗബത്തുൽ അംബിയ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ആ തൗബത്തുൽ അംബിയ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പറയണത് എന്താണെന്ന് അറിയോ? അമ്പിയാക്കൾ പാപം ചെയ്യണം എന്നാ പറയണത്. അമ്പിയാക്കൾ പാപം ചെയ്തിട്ട് അവര് തൗബ ചെയ്യണം. എന്നാ പാപം ചെയ്യുന്നതിന്റെ മുമ്പുള്ളതിനേക്കാൾ വലിയ ദർജ അവർക്ക് കിട്ടും. അതുകൊണ്ട് ആ ദർജ കിട്ടാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി അവര് പാപം ചെയ്യണമെന്ന്. ഇതാണ് ഇപ്പൊ ഇബ്നു തൈമിയ പറയുന്നത്. അതാണ് അൽ ഇമാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിങ്ങാണ്ട് കുട്ടികളൊക്കെ അൽ ഇമാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞ് മേശപ്പുറത്ത് വെച്ചത് കണ്ടപ്പോൾ അതിനെ വിമർശിക്കുകയാണ്. ആടെ മേശപ്പുറത്തുണ്ടോ, എന്താണ് പറഞ്ഞതാണെന്നല്ല എൻ്റെ വിഷയം. ആക്കെ പിന്നെ അതുമായിട്ട് വാഫി കോളേജുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയേണ്ടതാണ്. അതവിടെ ഇരിക്കട്ടെ. എൻ്റെ വിഷയം അതല്ല. ഇബ്നു തൈമിയയുടെ ഒരു കിതാബ് അവിടെ വെച്ചപ്പോൾ മുമ്പ് പറയാ, അതെങ്ങനെ നമ്മൾ അംഗീകരിക്കും? ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ പാപം ചെയ്യണം എന്ന് വാദിച്ച ആളാണ്. അയാൾ എങ്ങനെ സുന്നിയാകും? അങ്ങനെ എത്ര വാദങ്ങൾ അയാൾക്കുണ്ട്. ആ ഇബ്നു തൈമിയ ളാല്ലും മുദില്ലും മുബ്തദിയുമാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുകയാണ്. ഇമാം സുബ്കി എഴുതുകയാണ്. ആ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് ഇപ്പൊ ഈ AP സമസ്തന്റെ വിശ്വാസം എന്താ നോക്കുങ്ങൾ? വളരെ കറക്റ്റാ, സുഹബത്തില്ല. അതുകൊണ്ട് തന്നെ ഔലിയാക്കളുടെ കഴിവുകളെ ശിർക്കും കുഫ്റുമാക്കി. അതിന്റെ ഹെഡായ ഇബ്നു തൈമിയക്ക് അംഗീകാരവും കൊടുത്തു. എന്താ ഇബ്നു തൈമിയയെ കുറിച്ച് പേരോട് എടുത്തു പറഞ്ഞത്? അയാളെക്കുറിച്ച് നമ്മൾ നിലപാട് പറയണ്ട.
എവിടെ എത്തി കാര്യം? ഇത് കിതാബ് ഇമാമുകാരനെ മേശപ്പുറത്ത് വെച്ചതല്ല, കൽബിൻ്റെ ഉള്ളിൽ ഇബ്നു തൈമിയയ്ക്ക് ഇടം കൊടുക്കുകയാണ്. പറഞ്ഞില്ലേ, വെറുതെ അല്ലല്ലോ പറഞ്ഞത്. കേട്ടോളൂ. വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വ്യക്തികളെ അല്ല വിഷയം, നമ്മളുടെ എന്താണ് സബ്ജക്റ്റ്, മൗദൂ എന്താണ്, അതാണ് വിഷയം. അപ്പോൾ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറിച്ചും കാണുന്നു. എന്താ ചെയ്യാം? എന്ത് ചെയ്യാനാ? നമ്മളെ പറ്റി അയാളെ ഹിസാബ് എടുക്കാനൊന്നും അത് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ വിശ്വാസം റെഡിയാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അയാളെ ഹിസാബ് എടുക്കേണ്ട ആവശ്യം നമുക്കെന്താ? അപ്പം നമുക്കെന്ത് വേണം? നമുക്ക് ശരി ഏതാണെന്ന് കണ്ടെത്തണം. ആ ശരി ഏതാണെന്ന് ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറയാണ്, അയാളെ കിതാബിൽ രണ്ടും കാണുന്നു. അതുകൊണ്ട് ഞമ്മക്ക് അയാളെ കുറിച്ച് എന്തിനാ അഭിപ്രായം പറയാൻ പോകുന്നത്? അല്ലാഹ്ക്കോട്ടെ. അപ്പൊ ഇബ്നു തൈമിയയുടെ പിഴച്ച വിശ്വാസങ്ങൾ കണ്ട് അഭിപ്രായം പറഞ്ഞ് വയുഅ്തഖദു ഫീഹി അന്നഹു മുബ്തദിഉൻ, മുബ്തദിയാണെന്ന് വിശ്വസിക്കണം എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഫതാവൽ ഹദീസിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കി. നമ്മൾ എന്നോ പറഞ്ഞതാണ്, അദ്ദേഹം ലോല്ലുൻ മുദില്ലുൻ വഴിപഴച്ച ആളാണ്, പിഴപ്പിക്കുന്ന ആളാണ്, അദ്ദേഹം മുബ്തദിയാണെന്ന് വിശ്വസിക്കണം. ആ ഇബ്നു തൈമിയെ കുറിച്ചാ പറയുന്നത്. നമ്മളെന്തിനാ അഭിപ്രായം പറയാൻ പോണ്? അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നു, അങ്ങനെ ഇങ്ങനെയും കാണുക എന്നുള്ളത് തന്നെ ഓല അടയാളാണ്. രണ്ടു ഓലെന്നെ പറയും. അതാ വഹാബിസത്തിന്റെ സ്വഭാവം. മാത്രല്ല, ഇബ്നു തൈമിയുടെ കിതാബ് ഇന്നിപ്പോൾ MT ഉസ്താദ് വായിച്ചില്ലേ? അമ്പിയാക്കൾ ദോഷം ചെയ്യണമെന്നാണ് ഇബ്നു തൈമി പറയുന്നത്. പേരോട് പറയുന്നത് എന്താ? ഇബ്നു തൈമിയുടെ കിതാബുകളിൽ ഉള്ളതിൽ പോലും ഉറപ്പില്ല. കാരണം അത് നമുക്ക് കയ്യെഴുത്ത് കോപ്പി കിട്ടിയിട്ടില്ല. ഇബ്നു തൈമിയെ നന്നാക്കുകയാണ്. അതും കൂടി കേട്ട് നോക്ക്. അതിപ്പോ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയപ്പെട്ടുണ്ട്. ഈ എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല. അയാളെ കൈപ്പട കണ്ടാൽ നമുക്കിട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാണ് വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച്, ഒന്നിൽ അങ്ങനെയും കാണുന്നു, ഒന്നിൽ ഇങ്ങനെയും കാണുന്നു. നമ്മളെന്താ ചെയ്യുക? നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ പണ്ട പഠിച്ച ആ ശരി തരീക്കത്ത് തന്നെ അങ്ങ് പോയാച്ചാൽ മതി. നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ശരി തരീക്കത്തുണ്ടല്ലോ, അതിൽ അങ്ങ് പോയാൽ മതി. നമ്മളതിനാണ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോന്ന്? അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നു നമ്മളല്ല, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നു നമ്മളല്ല. അത് അല്ലല്ലേ? നമുക്ക് ഡ്യൂട്ടിയുണ്ട്. മുബ്തദിയായ ഒരാളെ കുറിച്ച് മുബ്തദിയാണെന്ന് വിശ്വസിക്കലാണ് നമ്മളെ ഡ്യൂട്ടി. ഇമാമിങ്ങൾ അങ്ങനെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു പോയ പോരാ. വയുഅ്തഖദു ഫീഹി, ഇബ്നു തൈമിയെ കുറിച്ച് വിശ്വസിക്കണം. അന്നഹു മുബ്തദിഉൻ, അയാൾ മുബ്തദിയാണെന്ന് വിശ്വസിച്ചോളണം. അയാളെ കിതാബിലുള്ളത് കൈപ്പടയിൽ കിട്ടാത്തത് കൊണ്ട് അയാൾ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റൂല, അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ പറ്റൂലെന്നോ? അള്ളാഹിനെ കുറിച്ച് ഇബ്നു തൈമിയ ഒരുപാട് തോന്നിവാസം പറഞ്ഞിട്ടുണ്ട്. അത് കിതാബിലൊക്കെ ഉണ്ട്, പക്ഷെ ഞമ്മക്കത് വിശ്വസിക്കാൻ പറ്റൂല, അതിൻ്റെ കയ്യെഴുത്ത് കോപ്പി കിട്ടിയിട്ടില്ല എന്നോ? ഇതൊക്കെ ഏടുന്നുണ്ടാക്കിയ ഉസൂല. അപ്പൊ വിഷയം എന്താ? മശായിഖുമായി സഹവാസല്ല. മശായിഖുമായി സഹവാസല്ലാത്തപ്പോൾ ഔലിയാക്കളെ കഴിവുകൾ നിഷേധിച്ചു. അമ്പിയാക്കളുടെ നേതാവായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഴഞ്ഞ വാപ്പയെ പോലെയാക്കി. അത് തുടങ്ങിയ ഇബ്നു തൈമിയയുടെ തെറ്റുകൾ മായ്ച്ചു കളയുകയാണ്. അതാണ് ആളെ കിതാബിലുള്ളതിൽ ഉറപ്പില്ല. ആ കയ്യെഴുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. കയ്യെഴുത്ത് കിട്ടിയിട്ടാണോ എല്ലാ കിതാബിലുള്ള നമ്മൾ വിശ്വസിച്ച്? അപ്പൊ ഇബ്നു തൈമിയനെ നന്നാക്കാനുള്ള പണി. മാത്രമല്ല, അയാൾ തൗബ ചെയ്തു എന്നും പ്രസംഗിച്ചു. കേട്ടോളൂ അതുകൂടി. وكتبه أحمد بن تيمية ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. ഇതൊക്കെ എവിടുന്നാ വായിക്കുന്നത്? ഇതൊക്കെ ഇയാൾ മാത്രം കണ്ടതാണോ? ആരെ കിതാബാ വായിച്ചത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അസ്ഖലാനി ഇമാമിന്റെ ശിഷ്യൻ സക്കരിയ അൽ അൻസാരി തങ്ങളുടെ ശിഷ്യൻ ആണ് ഇബ്നു ഹജർ അൽ ഹൈതമി. ഇബ്നു ഹജർ അൽ ഹൈതമി കാണാത്തതാണോ ആ കിതാബ്? അവരുടെ കിതാബല്ലേ ഇത് ഇബ്നു ഹജർ തങ്ങളുടെ. അവര് പറഞ്ഞില്ലേ അയാൾ ലോലിൻ വഴിപഴച്ച ആളാണ്, വഴി പഴപ്പിച്ച ആളാണ്, അയാളിൽ വിശ്വസിക്കണം, അയാൾ മുബ്തദിയാണ്.
ഇതല്ലേ ഇബ്നു തൈമിയെ കുറിച്ച് ഉലമാഇന്റെ ഭാഷ. അവിടെ നിന്ന് വിട്ടയാൾ തൗബ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞാൽ അവൻ പിന്നെന്ത് സുന്നി? അയാളൊരു തൗബയും ചെയ്തില്ല. അയാൾ ജയിലിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഉഡായിപ്പ് തൗബ ചെയ്തു. ഉഡായിപ്പാണെന്ന് ബോധ്യമായി രണ്ടാമതും അയാൾ ജയിലിലായി. 4 തവണ അയാൾ ജയിലിലായി. അയാളുടെ തൗബ എവിടെ? തൗബ അയാളുടെ ശിഷ്യനല്ലേ ഇബ്നു അബ്ദുൽ ഹാദിയും ഇബ്നുൽ ഖയ്യിമും ഒക്കെ? അവരൊക്കെ എഴുതി വെച്ചില്ലേ അയാളുടെ അതേ വിശ്വാസങ്ങൾ? അപ്പൊ ഇബ്നു തൈമിയെ സംബന്ധിച്ച് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. ഞാൻ പറയുന്നത് സുന്നി ഐക്യമാകാം, പക്ഷേ വഹാബിസത്തിന്റെ ആശയങ്ങൾ പേറുന്നവരുമായി ഐക്യപ്പെട്ടാൽ അത് ഈ സമുദായത്തിന്റെ നാശമാണ്. പേരോട് നേരെ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ആദർശപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഐക്യമായിട്ട് വേണം കുറച്ചാളും കൂടിയും സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ. സാമ്പത്തിക ചൂഷണത്തിൽ AP സമസ്തയെപ്പോലെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ആരാ വേറുള്ളത്? ഞങ്ങൾ അതിലുള്ള കാലത്തല്ലേ 1000 രൂപ വെച്ച് പിരിച്ചത് ഓരോ ആളിൽ നിന്നും. ആ പള്ളി കോഴിക്കോട്ട് ടൗണിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? കൈതപ്പൊയിലുണ്ടാക്കിയ പള്ളി അത് അതിനു മുമ്പ് പ്ലാൻ ചെയ്തെടുത്ത പള്ളിയാണ്. അതൊക്കെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണത്തിൽ നിങ്ങളെ മറികടക്കാൻ തൽക്കാലം ഇവിടെ ആരുമില്ല. ആരും അഡ്രസ് ഇല്ലാതെ ടെക്സ്റ്റ് എഴുതിയിട്ട് ഞങ്ങളെ മേലിൽ കുതിര കയറാൻ വരണ്ട. ചിലർ പറയാന്ത് ഏടെന്ന് എഴുതിയത് ആരാ, ഏതാ ന്യൂസ്, ഒരു അഡ്രസ്സും ഇല്ല. നമ്മൾ ഉള്ളതുള്ളത് പോലെ പറയുകയാണ്. ഞങ്ങൾ ആദർശപരമായ വിശദീകരണങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ കഴിയാതെ പോയാൽ പിന്നെ ആരാ എഴുതിയത്, എവിടെന്നാ എഴുതിയത്, ഇത് എവിടുന്നാ വന്നത്, ഒരു തലയും പാലുമില്ല. നിങ്ങളെന്താ പറയണേ? നമ്മുടെ ശൈഖുനയെ സംബന്ധിച്ച് ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ മുങ്ങി നടക്കുകയാണ്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ 4 മൊയ്ലിയന്മാർ ഇറങ്ങി വന്നാൽ പേടിക്കുന്നവരാണോ അള്ളാഹുവിൻ്റെ ആളുകൾ? സാക്ഷാൽ പുലി വന്നാൽ തന്നെ ഭയപ്പെടാത്തവർ ഡ്യൂപ്ലിക്കേറ്റ് പുലികളെ ഭയപ്പെടുമോ? ചക്ക തിന്നുന്ന പുലിയെ ആര് ഭയപ്പെടാൻ? ശൈഖുന ഇവിടെ ഉണ്ടാകുന്ന എല്ലാ സദസ്സിലുണ്ട്. ഞങ്ങളിവിടെ എല്ലാ ദിവസവും പ്രഭാഷണം നടത്തുന്നുണ്ട്, അധിക ദിവസങ്ങളിൽ. ഇനിയിപ്പോൾ ശൈഖുനെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച മറ്റന്നാൾ അസർ മുതൽ നമ്മുടെ സാവിയയിൽ നടക്കുന്നു, അജ്മീർ ഉറൂസ് നടക്കുന്നു, മെഹറാജ് നേർച്ച നടക്കുന്നു. അതുപോലെ തന്നെ ഷാദുലി റാത്തീബ്, ആർക്കും വരാം. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? പച്ച നുണ എഴുതി വിട്ടാൽ അതോടെ വിലപ്പോകുമെന്നോ? ആളുകൾ വന്ന് നോക്കട്ടെ. ശൈഖുനയുണ്ടാവും, മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുണ്ടാവും. അവരവരുടെ റൂട്ടിലുണ്ടാവും. അവരിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അവരുടെ ജീവിതങ്ങൾ. ഇനി ഞങ്ങളുടെ നയമെന്താ? അണികൾ അങ്കലാപ്പിൽ എന്നാണ് അതിൻ്റെ ഹെഡിങ്. അണികൾ തന്നെ നിങ്ങളാ? മശായിഖിന്റെ അഹ്ലിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? മശായിഖിന്റെ അഹ്ലിന്റെ സ്വഭാവം എന്താണെന്നറിയൂ? സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. ബദറിൽ വെച്ച് അൻസാരികളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അൻസാരികളെ, നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? മദീനത്ത് തിരിച്ചുപോയി മദീനയിൽ നിന്ന് കൂടുതൽ ആളുകളെ എടുത്ത് നമുക്ക് യുദ്ധത്തിന് പോകണോ, അതോ ഇവിടെ നിന്ന് നേരിട്ട് പോകണോ? സഅദ് തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹബീബായ തങ്ങളെ, ഞങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മക്കളും മഹനും എല്ലാം അങ്ങയുടേതാണ്. ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് എടുക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം, ഞങ്ങൾ എടുക്കുന്നതിനേക്കാൾ. കാരണം ഞങ്ങളുടേത് മുഴുവനും അങ്ങയുടേതാണ്. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചതാണ്. ഫിദാക യാ റസൂലല്ലാഹ്. ഇത് പഠിപ്പിച്ച സ്വഹാബത്തിന്റെ പിൻഗാമികളായ മശായിഖിന്റെ അഹ്ല് അവരുടേതെല്ലാം മശായിഖുമാരുടേതാണ്. അതിനെ അളന്നു നോക്കാൻ ഒരു പുത്തൻവാദിയും വരേണ്ടതില്ല.
മശായിഖ് അങ്ങനെ ചൂഷണം ചെയ്യുന്നവരല്ല. അവർ പറയും പള്ളി ഉണ്ടാക്കണം, പൈസ കൊടുക്കൂ, ദീനീ പ്രബോധനം നടത്തണം, പിരിവെടുക്കൂ. കൃത്യമായി അത് അതിൻ്റെ വഴിയിൽ ചെലവഴിക്കും. നിങ്ങളെ ഓരോ യൂണിറ്റ് മുതൽ സാമ്പത്തിക ചൂഷണത്തിൻ്റെ കണക്ക് ഞങ്ങൾ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? കാണാമറിയത്തല്ല, നിങ്ങളൊക്കെ ഉൾക്കടലിൽ പോയി മരിക്കേണ്ടി വരും അല്ലേ? പോകട്ടെ, പള്ളിയുടെ സ്വത്ത് കട്ടതത്രേ. കുന്നുംപുറത്ത് കട്ടത് 6 ഏക്കർ, നാദാപുരം പള്ളിയുടേത് 35 സെന്റ്. ഇങ്ങനെ ഞങ്ങൾ എണ്ണിയാൽ പള്ളിയുടെ സ്വത്ത് കട്ട നിങ്ങളെ മുശാവറ നേതാക്കൾ എത്രയുണ്ട്? ആരെയാ നിങ്ങളിതൊക്കെ പഠിപ്പിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവരുമായി എങ്ങനെ ഐക്യം? ഞങ്ങൾ ആദർശപരമായി പ്രശ്നമൊന്നുമില്ല എന്നാണ്. ആദർശമായ പ്രശ്നമല്ലേ പഴയ കാലത്ത് തന്നെ ഇവിടുത്തെ EK വിഭാഗത്തിൻ്റെ മെയിൻ നേതാക്കന്മാരൊക്കെ നിങ്ങൾക്ക് അന്ന് പഠിപ്പിച്ചെന്ന് മറന്നുപോയോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലുണ്ടെന്ന വാദം സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ വാദം. നൂറായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലുണ്ടെന്ന് പേരോട് അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞപ്പോൾ അതിനെതിരിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ എത്ര, അതിനെതിരിൽ നേർക്ക് നേരെ ഇവിടെ പറഞ്ഞവരല്ലേ എല്ലാ ആലിമീങ്ങളും. ഞങ്ങളല്ലല്ലോ അന്ന് കാര്യമായി പറഞ്ഞതൊക്കെ. ആരാ അന്ന്? ജിഫ്രി തങ്ങൾ പാപ്പ പറഞ്ഞ വർത്താനം കേട്ടോളൂ. ഇവിടെ ഈ മഹത്തായ സംഘടനയിൽ നിന്ന് വിഘടിച്ചു പോയവരോട് അവര് വളരെ ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ മഹത്താവുന്ന സംഘടനയിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ഈ അവസരത്തിൽ അവരോട് പറയാനുള്ളത്. കാരണം ആശയം, സുന്നി ആശയം പാടെ നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ മഹാന്മാരാവുന്ന ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ആ പാപ സുരക്ഷിതത്വം, അവർക്കുള്ളതായ ബഹുമതി, അവരെ മുഅ്ജിസത്തിനെ സംബന്ധിച്ചുള്ളതായ വിശ്വാസം, ആ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഒന്നും തന്നെ ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള നിയല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലില്ല എന്ന് വിശ്വസിക്കുന്നവർ അന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ 85ാം വാർഷികം ആലപ്പുഴയിൽ നടക്കുമ്പോ അന്ന് പ്രമേയം പാസാക്കി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലുണ്ട് എന്ന വാദം സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണ്. ഹബീബായ തങ്ങളെ മുഅ്ജിസത്തുകൾ മുറിഞ്ഞു പോകുമെന്ന പൊന്മളയുടെ വാദം സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. ആദർശപരമായി തന്നെ പ്രശ്നങ്ങളുണ്ട്. നല്ല എളുപ്പമുണ്ടല്ലോ കേരളയാത്രി, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നുകിൽ ഇത് തീർക്കണം. ഈ വാദത്തിൽ നിന്ന് പിന്മാറിയോ ഇവർ? ഇതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ പുറമെപ്പോ വന്ന വാദമാണ് ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു, നന്നായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴഞ്ഞ വാപ്പയെ പോലെ ഇസ്തിഗാസ എന്നൊന്നില്ല, തവസ്സുലേ ഉള്ളൂ. ഔലിയാക്കളെ കറാമത്ത് ബുദ്ധിക്ക് യോജിക്കുന്നതേ പറയാവൂ. ഔലിയാക്കളെ കുറിച്ച് മദ്ഹ് പറഞ്ഞാൽ അത് ശിർക്കും കുഫ്റുമാണ്. ഈ തനി വഹാബിസം അവരോടെങ്ങനെ ഐക്യപ്പെടാൻ? അന്ന് ഇടക്ക് നേലുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ല അറിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല എന്നല്ല, ഉണ്ട് അറിഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നല്ല എന്ന് വാദിച്ച് പേരോട് വന്നപ്പോ മുശാവറാംഗം സലാം ബാക്കവി അന്ന് കൊടുത്ത മറുപടി ഇതൊക്കെ ഇവിടെ നടന്നതല്ലേ? ഒന്ന് കേട്ടു നോക്കിയത്. അപ്പൊ പേരോടിന്റെ വിശദീകരണം, നേലിന്റെ താടിയും തലയെക്കെട്ടൊക്കെ കണ്ടപ്പോ നേല് പുരുഷന്റെതാണ് മനസ്സിലായി. നേലിന്റെ താടിയും തലയെക്കെട്ടൊക്കെ കണ്ടിട്ട് നേല് പുരുഷന്റെതാ, റസൂലുള്ളാഹിന്റെ അടുത്ത് വരാറുമില്ല, അതൊരു പുരുഷനാണല്ലോ വരുന്നത് എന്ന് മൂപ്പത്തിയർ അങ്ങനെ പറഞ്ഞു എന്നാണ്, മഹദി പറഞ്ഞു എന്നാണ്. സാധു നേലിനെന്ന താടിയും തലപ്പാവും വേർതിരിച്ച് കണ്ടു എന്നാണ് നേല്. അത് പോട്ടെ, അത് നമുക്ക് അവിടെ മാറ്റിവെക്കാം. പക്ഷെ ഹദീസിന്റെ തൊട്ടടുത്ത് അതേ ഹദീസ് പല രൂപത്തിൽ വിവാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഏതാ ഈ സന്ദർഭം? ഒരു ദിവസം ഖാഇദത്തുൻ ഇരിക്കുകയാണ്, നട്ടുച്ച സമയത്തുണ്ടാവുന്ന നേൽ എത്ര ഉണ്ടാകും? ആദ്യം ചിന്തിക്കാം.
അപ്പോഴാണ് ഒരു നേൽ എന്ന് പറയുന്ന ഇയാൾ അർത്ഥം വെച്ച ഈ ലില്ല് കാണുന്നത്. ലില്ല് കാണുന്നു. അപ്പോഴാണ് പറയുന്നത് ഇത് റസൂലുള്ളാവാൻ സാധ്യതയില്ല, റസൂൽ തന്നെയായിട്ട് തെറ്റിയിട്ടല്ലേ ഉള്ളത്, ആ പുരുഷന്റെ നേലാണ് താനും എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ റസൂലുള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അത്രയും അകലെ നിന്ന് കാണുന്നു. റസൂലുള്ളാഹി ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും അകലെ, റസൂലുള്ള ആണ് എന്നറിയാൻ റസൂലുള്ളായുടെ ആ സുഗന്ധം വമിച്ചാൽ തന്നെ എത്രയോ അകലെന്ന് അറിയുന്ന ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അത് ഇയാൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ റസൂലുള്ളയാണ് എന്ന് അറിയാൻ പറ്റാത്ത അത്ര അകലെ നിന്ന് നട്ടുച്ച സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു ചാണോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന ആ നേല് കണ്ടിട്ട് ഒരു പുരുഷന്റെ നേലാണെന്ന് മനസ്സിലാക്കി എന്ന അർത്ഥം വെക്കാൻ മാത്രം ഇയാള് തരം താണല്ലോ, ഇയാൾ ഇത്രമാത്രം അധപ്പതിച്ചല്ലോ. എന്നാൽ കണ്ണങ്ങള് ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടത്തെ ഭാര്യയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ നിഴല് കണ്ടു എന്ന് മുസ്നദ് അഹ്മദിൽ നിന്ന് തെറ്റിച്ച് അർത്ഥം വെച്ചപ്പോ അന്ന് അങ്ങനെ എല്ലാ അർത്ഥം വെക്കേണ്ടത് ദൂരെ നിന്ന് ഒരു രൂപം കണ്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നതായി തോന്നി, അല്ലാതെ നേല് കണ്ടു എന്നല്ല. ഇത് ഹദീസിനെ ഈ സാധു തെറ്റിച്ചതാണ്, ഇതൊക്കെ ഇവിടെ പ്രസംഗിച്ചതാണ്. ആ വിശ്വാസത്തിൽ തന്നെ ആ പേരോടുള്ളത്. ഒന്നുകൂടി അയാൾക്ക് അവസരം കൊടുക്കും. സലാം ബാക്കി എന്നെ തുടരട്ടെ. ഒരു സമയത്തും ഇല്ല എന്നാണ്, ഒരു സമയത്തും വെളിവായിട്ടില്ല. ഒരു വിളക്കിന്റെ അരികിൽ നിന്നാൽ പോലും കത്തു ഒരു സംഭവം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിന്റെ പ്രകാശം മികച്ചു നിൽക്കുന്നത് കൊണ്ട് നേല് വെളിവാറില്ല. കത്തു കത്തു ഫഖത്തൊക്കെ പഠിച്ചിട്ടില്ലേ? ഇനി മറന്നുപോയെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് മേലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുൽമാനിയാണെന്ന് പറയാൻ കിതാബായിട്ട് വരരുത്, വേറെന്തെങ്കിലും ആയിട്ട് പോരെ. പരിശുദ്ധ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് കിതാബ് എടുത്തിട്ടും ഞങ്ങൾ സമ്പാദ്യത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതിരുന്നത് കൊണ്ടാ. സുന്നികളുടെ കിതാബ് എടുത്തിട്ട് നിങ്ങൾക്കിത് പറയാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ ഒരു വാദവും തെളിയിക്കാൻ സാധിക്കുകയില്ല. തനിച്ച ബിദ്അത്ത് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ നുബുവത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അതിനോടുള്ള മഹത്വവും അതിനോടുള്ള ബഹുമാനവും ഇല്ലായ്മ ചെയ്യുന്ന സിയോണിസ്റ്റ് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് യഥാർത്ഥത്തിൽ അത്രയും മോശമായ പണി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ്. ആ നൂറിലേക്ക് ലുൽമാനിയത്തിനെ ചേർക്കുന്ന, ഇവിടെ ഇസ്ലാമിക വിരോധികളിൽ നിന്ന് അച്ചാരം വാങ്ങി ദീനിനെ നശിപ്പിക്കുന്നവരാണ് ഇവർ. എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തു ശരീഫിനെ സംബന്ധിച്ചു പറഞ്ഞത്, നെയ്യലിനെ കുറിച്ച് പറഞ്ഞത്, അവിടുത്തെ ശരീരം കരിയുമെന്ന് പറഞ്ഞത്, അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ കിതാബിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്, ഇതൊക്കെ അടിസ്ഥാന വിഷയങ്ങളല്ലേ? ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊന്നും തിരുത്താതെ അവരോട് ഐക്യായാൽ ആളുകൾ മുഴുവനും പോയിട്ട് വിശ്വസിക്കൂലേ റസൂലുള്ളാഹിക്ക് നേരുണ്ട് എന്ന്? അതൊക്കെ തിരുത്തിവാ. അതിനാദ്യം പേരോടിനെ മാറ്റണം. സുലൈമാൻ ഉസ്താദിനോടൊക്കെ ഐക്യമാണെങ്കിൽ ഐക്യോളി, കുഴപ്പമൊന്നുമില്ല. ഈ ജാതിനോട് എങ്ങനെ ഐക്യവാനാ? നമ്മൾ ചിന്തിച്ചു നോക്ക്. കർശനമായ ഭാഷയിലാ പറഞ്ഞ് മുജാഹിദ് ജമാഅത്തുകൾ ചെയ്യുന്ന അതേ പണി ഇന്ന് അതിലപ്പുറം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ വിഷയം നടന്നപ്പോൾ ഹമീദ് ഫൈസി പറഞ്ഞ വാക്കുകൾ കൂടി കേട്ടോളൂ. പറഞ്ഞാൽ പച്ചയായി ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു നിഴലില്ല എന്ന് പറഞ്ഞത് അത് താൽക്കാലികമായ പ്രതിഭാസമാണ്, അത് ശാശ്വതമായി കണക്കാക്കാൻ പറ്റില്ല. അത് ജുസ്ഇയാണ്, താൽക്കാലികമായ പ്രതിഭാസമാണ്. നബി തങ്ങളുടെ പ്രത്യേകത ശാശ്വതമായി നിലനിൽക്കില്ല എന്ന് പച്ചയായി ഇവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതിയപ്പോൾ ഇവരുടെ സംസ്ഥാന സുന്നി യുവജന സംഘത്തിന്റെ വിഘടിത സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയോട് ഒരു അഭിമുഖം നടത്തി സെൻസിംഗ് ആഗസ്റ്റിലൊക്കെ പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വിഷയത്തിൽ OM തരുവണ സിറാജ് ദിനപത്രത്തിൽ ലേഖന പരമ്പര എഴുതിയിരുന്നല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടെന്നും ശരീരം കരിയുമെന്നും ഷഅർ മുബാറക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ വാദം അതുപോലെ ഏറ്റെടുത്ത ടീമാണ് എന്ന് ഇവിടെ അതിന്റെ വ്യക്തമായ ദലീൽ സഹിതം രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്.
നന്നായി ചിന്തിച്ചോളി. കാരണം ഇത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഇതിൻ്റെ എല്ലാം നേതാവായ മഹാനരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ, ആ ഇ.കെ. ഉസ്താദിൻ്റെ വഴിയല്ലേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇ.കെ. ഉസ്താദ് പഠിപ്പിച്ച മഹബത്തും സ്നേഹവും ഔലിയാക്കളോടുള്ള കടമയും ഇതില്ലാതെ പോയപ്പോ ഇ.കെ. ഉസ്താദ് അന്ന് തന്നെ അവരെ കുറിച്ച് പറഞ്ഞു, ഇവർ സുന്നിയല്ല. ഈ കലാമ് മാഞ്ഞു പോയിട്ടില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇ.കെ. ഉസ്താദിന്റെ വാക്കുകളിലേക്ക് യാതൊരു സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കുകയില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു രോഗം പറയാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറെ 3-4 ആൾ പുറത്തുപോയി അത് കൂടിയത് കൊണ്ടൊക്കെ ഒരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവൂല. ഇത് ശംസുൽ ഉലമ പറഞ്ഞത് അവിടുത്തെ വിലായത്തിന്റെ നാവ് കൊണ്ടാണ്. ആ പറഞ്ഞതിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തുള്ള ഉലമാഉം ഇവരെ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം. സുന്നി എന്ന് പറയുന്നതിന്റെ മഴ വരെ അന്ന് ശംസുൽ ഉലമ ഈ പറഞ്ഞു. അതും കൂടി കേട്ടോ. എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് തിങ്കളാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതാണ്. സുന്നത്ത് കഴിക്കാത്ത സുന്നി. അതാണ് ഇവരെ കുറിച്ച് പറയാവുന്ന വാക്കുകളിൽ ശംസുൽ ഉലമ പറഞ്ഞ ഏറ്റവും നല്ല ഒരു വാചകം. ഇതിന്റെ സാക്ഷാത്കാരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദർശമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. സുന്നി ആദർശങ്ങളിൽ മുഴുവനും വെള്ളം ചേർക്കാനുള്ള അടിസ്ഥാന കാരണം സുഹ്ബത്തുൽ ഔലിയ നഷ്ടപ്പെട്ടു.